എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. ഞാൻ തയ്യാറാക്കുന്നത് ഡ്രൈ ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 വലിയ പീസ് ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് വേവിച്ചെടുക്കാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടുതൽ വേവരുത്, കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഈ ബീഫ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബീഫും ഇതുപോലെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ബീഫ് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ബീഫ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബീഫും റെഡി ആയിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. ബീഫ് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില, ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ബീഫ് ചില്ലി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.